ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇന്നേ ദിവസം 1-ാമത്തെ അധ്യായത്തിലെ 24 മുതൽ 31 വരെയുള്ള ഖണ്ഡികകളാണ് പഠിക്കുന്നത്. ഇതിൽ 2 തലക്കെട്ടുകളാണ് ഉള്ളത്. ഒന്ന് അഗ്നി, രണ്ടാമത്തത് ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച് ലോകത്തിന് മാറാൻ കഴിയും. ഇതിൽ അഗ്നി എന്ന് പറയുന്ന തലക്കെട്ടിൽ 24 മുതൽ 27 വരെയുള്ള ഖണ്ഡികകളാണ് വരിക. ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച് ലോകത്തിന് മാറാൻ കഴിയും എന്ന തലക്കെട്ടിൽ 28 മുതൽ 31 വരെയും. അതിൽ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അഗ്നി ഖണ്ഡികകൾ 24 മുതൽ 27 വരെ. ദൈവസ്നേഹത്തിലേക്കും സാമൂഹിക മാറ്റങ്ങളിലേക്കും നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്ന ഒരു പ്രമേയമാണ് 24 മുതൽ 27 വരെയുള്ള ഖണ്ഡികകളിൽ കാണുക. ഇരുപത്തിനാലാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആത്മീയ ജീവിതവും സ്നേഹവും എങ്ങനെ രൂപപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഖണ്ഡികയാണിത്. ഒരു നല്ല ആത്മീയ മനുഷ്യനായി തീരാൻ ആഗ്രഹിക്കണമെങ്കിൽ നല്ല സ്നേഹം ഹൃദയത്തിൽ ഉള്ളവനായിരിക്കണം എന്ന് പ്രാരംഭത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള എന്ന വിശുദ്ധൻ പഠിപ്പിച്ച പ്രാർത്ഥനാ രീതികളെയാണ് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് വയ്ക്കുക. ആ വിശുദ്ധൻ്റെ പ്രാർത്ഥനാ രീതി സ്നേഹമെന്ന വികാരത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നതാണ്. ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തെ നന്നായി ക്രമീകരിക്കാൻ സഹായിക്കും. അതായത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഈ ആധ്യാത്മിക അഭ്യാസങ്ങളുടെ ഘടന ഒരാളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനുള്ള ആഗ്രഹമാണ് നൽകുക. അപ്പോൾ നമുക്ക് മനസ്സിലൊരു ചിന്ത വരും, ഈ പ്രാർത്ഥന എന്താണ്, ഇതിൻ്റെ ഘടന എന്താണ് എന്ന്. ഇഗ്നേഷ്യസ് ലയോളയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ ധ്യാന ക്രമമെന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു വചനം വായിക്കുക, ആ വചനത്തെക്കുറിച്ച് ചിന്തിക്കുക, ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ആ വചനം എന്താണ്, ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഭാഗം എന്താണ്, ഈ വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഹൃദയത്തിൽ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടുപിടിച്ച് സ്നേഹവികാരത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘടനയാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഇഗ്നേഷ്യസിൻ്റെ പ്രാർത്ഥനാ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു പുനഃക്രമീകരണം അവിടെ സംഭവിക്കും. അതായത് ഒരു വ്യക്തിക്ക് മാറാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ എന്തുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നു എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിക്കുന്നത്. ഒരു മാറ്റം, ഒരു നവീകരണം, ഒരു പുനഃക്രമീകരണം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ആ ആഗ്രഹം നൽകുന്ന ഒരു ഘടനയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടേത് എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുക എന്നുള്ളതാണ്. ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ, ഹൃദയത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും അറിയാനായിട്ട് സാധിക്കും. ഇതൊരു ധ്യാനമാണ്. ഇതിൻ്റെ പുരോഗതിയിൽ ഈ ധ്യാനം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ചില ചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നത്. ഈ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞ ഒരു വചനം വായിക്കുന്നു, ആ വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച് അതെങ്ങനെ എൻ്റെ ജീവിതത്തിലെ സ്വാധീനിക്കുന്നു, എന്തുകൊണ്ടത് സ്വാധീനിച്ചില്ല, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്ത ദിവസം എന്താണ് ചെയ്യേണ്ടത്. അതിന് ഓരോ ചോദ്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ധ്യാനമായി മാറുന്നു. അത് ആ ധ്യാനത്തിൻ്റെ പുരോഗതിയിൽ
ചലനങ്ങളുണ്ടാകുന്നു, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. അതാണ് പുനഃക്രമീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനഃക്രമീകരണത്തിലേക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ അവസാനം ഒരു നല്ലൊരു തീരുമാനത്തിൽ, സ്നേഹപൂർവ്വമായൊരു തീരുമാനത്തിൽ ഹൃദയം എത്തിച്ചേരും. ആ തീരുമാനം നടപ്പാക്കുന്നതാണ് പുനഃക്രമീകരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുന്നതിൻ്റെ ഒരു ക്രമം മാത്രമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും ഒരുമിച്ച് വരുന്നൊരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു സമയമുണ്ട്. നമ്മളൊരു വചനത്തെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ധ്യാനിച്ച് എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല, എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് പോകുന്നത് അത് ഒരു ക്രമമാണ്, ഒരു ഘടനയാണ്. പക്ഷേ അതുമാത്രമല്ല, അതിൻ്റെ ക്രമം മാത്രം പോരാ, ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും കൂടി ഒരുമിച്ച് വരുന്ന ഒരു പോയിൻ്റുണ്ട്. അവിടെ എത്തുമ്പോഴാണ് ഈ പുനഃക്രമീകരണം, നവീകരണം സംഭവിക്കുക. മിഷേൽ ദി സെർട്ടോ എന്നൊരാൾ പറഞ്ഞത്, ഇതുവരെ അറിയാത്ത എന്തോ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ആ വലിയ ആഗ്രഹവും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും കൂടി ഒരുമിച്ച് വരുന്ന ആ സമയത്ത് ഇതുവരെ അറിയാത്ത എന്തോ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ സാധാരണ അറിവുകളെ ചോദ്യം ചെയ്യുകയും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. നാം ഇതുവരെ ഹൃദയത്തോട് എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നിടത്ത് അതിൻ്റെ കാര്യകാരണ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. അതാണ് പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പുതിയ കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയിലെ ആത്മീയ പിതാക്കന്മാരെപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് ധ്യാനിക്കണം, ധ്യാനിക്കണം, ധ്യാനത്തിൽ ആഴപ്പെടണം. വിശുദ്ധ അമ്മ ത്രേസ്യായും കൊച്ചു ത്രേസ്യ എല്ലാവരും സ്നേഹപൂർവ്വം പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ് ധ്യാനിക്കുക, ധ്യാനിക്കുക, ധ്യാനിക്കുക. വെറുമേ ഒരു ധ്യാനമല്ല, സത്യത്തിൽ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് കൂടി ഇന്നത്തെ ഈ 24-ാമത്തെ ഖണ്ഡിക നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്നേഹം, പ്രാർത്ഥന എന്നിവയെല്ലാം വെറും ചിന്തകളോ നിയമങ്ങളോ അല്ല എന്നും, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ധ്യാനത്തിൻ്റെ, അല്ലെങ്കിൽ ധ്യാനപൂർവകമായ ഒരു വിചിന്തനമാണ്, സംസാരമാണ് എന്നും കൂടി, അല്ലെങ്കിൽ പ്രാർത്ഥനകളാണെന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നതും വെറും ചിന്തയോ അല്ല, നിയമങ്ങളോ അല്ല. നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നത് ഒരു നിയമത്തിൻ്റെ പേരിലല്ല, അതൊരു ധ്യാനാത്മകമാക്കിയെടുക്കണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, സമൂഹപരമായ പ്രാർത്ഥനകൾ, സഭാപരമായ പ്രാർത്ഥനകൾ എല്ലാം ഒരു ധ്യാനാത്മകമായിട്ട് ദൈവം എന്നോട് സംസാരിക്കുന്നതും ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നതുമായുള്ള ഇടമാക്കി മാറ്റാനായിട്ട് സാധിക്കട്ടെ. അപ്പോഴാണ് ഒരു സാമൂഹ്യ മാറ്റമുണ്ടാവുക, ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുക, ഒരു സാമൂഹ്യ മാറ്റമുണ്ടാവുക. ഈ സാമൂഹ്യ മാറ്റത്തിന് പറയുന്ന കാര്യമാണ് പുനഃക്രമീകരണം. 25-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തത്വചിന്തകർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് സ്നേഹത്തിലൂടെയും ആരാധനയിലൂടെയും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഈ ഖണ്ഡികയിൽ പറയുക. തത്വചിന്തയുടെ ഒരു ലോജിക്ക് നമുക്കറിയാമല്ലോ, അതിന് ലോജിക്കാണ്. അങ്ങനെ വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്, അതൊരു ലോജിക്കാണ്. തീ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ദൂരെ പുക കാണുന്നുണ്ടെങ്കിൽ അവിടെ തീയുണ്ട്. അതാണ് ഒരു തത്വചിന്ത എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് സ്നേഹത്തിലൂടെയും ആരാധനയിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് എന്ന്. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ നാം ദൈവത്തിൻ്റെ കാൽച്ചുവടുകളിൽ നടക്കാൻ ആഗ്രഹിച്ചാൽ അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലൂടെ ഈ സ്നേഹത്തിൻ്റെയും ആരാധനയിലൂടെയുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പത്തെ ഖണ്ഡികയെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു ധ്യാനത്തെക്കുറിച്ചാണ്. ആ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടും ദൈവത്തിൻ്റെ ആഗ്രഹത്തിനും എൻ്റെ ചിന്തയോട് ഒരുമിച്ച് വരുന്ന ഭാഗമാണ്. അതിന് തൊട്ടടുത്ത് വരുമ്പോൾ അതും കൂടി മനസ്സിലാക്കി വേണം നമ്മൾ പോകുവാനായിട്ട്. അങ്ങനെ വരുമ്പോൾ
ദൈവത്തിൻ്റെ കാൽച്ചുവടുകളിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ പുനഃക്രമീകരിക്കുമ്പോൾ ഒരു തത്വചിന്തകർക്ക്, അതായത് ഈ ലോകത്തിൻ്റെ ചിന്തകളുമായി നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമാന്മാരെന്ന് നടക്കുന്നവർക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തിലുള്ള കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ, ലോകത്തിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാനായിട്ട് തമ്പുരാന് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ദൈവം നമ്മെ നോക്കുന്നത് എങ്ങനെയാണ്, നാം നമ്മെ നോക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ ഒരു നീ ആണെന്നും, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തിൻ്റെ കണ്ണുകളിൽ നാം ഒരു നീ ആണെന്നും അതുകൊണ്ടാണ് നമുക്കൊരു ഞാനായി മാറാൻ കഴിയുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം. ഈ നീയും ഞാനും തമ്മിലുള്ള പ്രയോഗം നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു കൂട്ടത്തിലൊരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനോ പറയുകയാണ്, ഒരാളെ വിളിച്ചിട്ട് നീ പറ, ആ ഒരു കാര്യം നീ അവതരിപ്പിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ആ വ്യക്തിക്കാണ് ആ ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന. ബാക്കിയുള്ള അവിടെ ഇരിക്കുന്നവരെക്കാളൊക്കെ ആ വ്യക്തി വ്യത്യസ്തനാണ്. അതുകൊണ്ട് നീ ആ കാര്യം പറ എന്ന് പറയുമ്പോൾ, ഓക്കെ സാറേ ഞാൻ പറയാം എന്ന് ആ വ്യക്തി തിരിച്ചു പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, തമ്പുരാൻ ഈ അധികാരിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നീ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവം. ആ മേലധികാരി ആ സ്റ്റാഫിനെ നീ എന്ന് വിളിച്ചുകൊണ്ട് നീ പറയാൻ പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ കുറവുകളും കഴിവുകളും അവൻ്റെ സാധ്യതകളും മനസ്സിലാക്കിയിട്ടാണ് അവനെ നീ എന്ന് വിളിച്ച് നീ കാര്യം അവതരിപ്പിക്കാനും പറയുന്നത്. അതും മനസ്സിലാക്കുന്ന തൊഴിലാളി അല്ലെങ്കിൽ സഹപ്രവർത്തകൻ പറയുകയാണ്, ഞാൻ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാം സാറേ. അവനും തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ ദൈവം എന്നെ നീ ആയിട്ട് കാണുന്നു. അതായത് എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ കുറവുകളോടുകൂടി, കഴിവുകളോടുകൂടി, ബലഹീനതകളോടുകൂടി തന്നെ ഞാൻ ആരാണെന്ന്, അതായത് നീ ആയി കാണുന്നു. അങ്ങനെ ദൈവം എന്നെ നീയായി കാണുമ്പോൾ എന്ത്, നമുക്ക് ഞാനായി മാറാൻ കഴിയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഞാനായി മാറാൻ കഴിയുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണമെന്നാണ് പറഞ്ഞത്. ദൈവം എപ്പോഴും നമ്മളെ നീയായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം ഓരോ സൃഷ്ടിയും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ കഴിവുകളോടും കുറവുകളോടും കൂടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഞാൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ നീയാണ്. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് തമ്പുരാൻ അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ഞാനായി മാറാൻ കഴിയുന്നൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കണം. ആ മേലധികാരിയും സഹപ്രവർത്തകനും അല്ലെങ്കിൽ തൊഴിലാളിയും തമ്മിലുള്ള പേപ്പർ അവതരണമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കർത്താവ് മാത്രമാണ് നമ്മളെ ഓരോരുത്തരെയും നീ എന്ന നിലയിൽ എന്നേക്കും കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും കൂടി നമ്മൾ തിരിച്ചറിയണം. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട് നമ്മളെ നീയായി കാണാനായിട്ട്, വ്യത്യസ്തനായിട്ട്, അല്ലെങ്കിൽ വ്യത്യസ്തനായിട്ടെന്നതിനേക്കാൾ ഉപരിയായിട്ട് വ്യക്തിപരമായി നമ്മെ മനസ്സിലാക്കുന്നത്, നീ എന്ന നിലയിൽ എന്നേക്കും കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ, കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. അവിടുത്തെ സ്നേഹം സ്വീകരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യമാണ്. ആ സ്നേഹം സ്വീകരിക്കുമ്പോഴാണ് ഞാനായി മാറാനായിട്ട് സാധിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളെ പൂർണ്ണ അർത്ഥത്തിൽ വ്യക്തികളായി മാറുന്നു. ഞാനൊരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ നീയായിട്ട് കാണുന്നു, ഞാൻ എന്നെ തന്നെ ഞാനായിട്ടും മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി
എന്നിലുള്ള കുറവുകൾ, കഴിവുകൾ കണ്ടിട്ട് നമ്മൾ അസ്വസ്ഥപ്പെടാൻ പോകില്ല, അസൂയപ്പെടാനും പോകില്ല. തമ്പുരാൻ എനിക്ക് തന്നതിൽ നിൽക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ തമ്പുരാനോടുള്ള സ്നേഹത്തിൽ വളരാൻ സാധിക്കുന്നു. അങ്ങനെയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ തമ്പുരാൻ്റെ നീയായിട്ടും ഞാനായിട്ടും നിൽക്കാനായിട്ട് സാധിക്കട്ടെ. 26-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജ്വലിക്കുന്ന അഗ്നിക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ ഖണ്ഡികയിൽ പറയുക. ജ്വലിക്കുന്ന അഗ്നി, അത് സ്നേഹവും വിശ്വാസവും കൂടി ഒന്നിച്ചു ചേരുന്നതാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന ആ സ്നേഹത്തിൻ്റെ അഗ്നി മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന വിശ്വാസവും സ്നേഹവുമായി കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഗ്നിജ്വാലയുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. വിശുദ്ധ ബനവന്തുര നമ്മോട് പറയുന്നത്, നമ്മൾ വെളിച്ചത്തിനു വേണ്ടി മാത്രമല്ല, ജ്വലിക്കുന്ന അഗ്നിക്കു വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെളിച്ചത്തിന് വേണ്ടി മാത്രം അഗ്നിയെ സമീപിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നതാണ്, വിശുദ്ധ ബനവന്തുര നമ്മോട് പറയുന്നതാണ്, വെളിച്ചത്തിനു വേണ്ടി, അതായത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ജ്വലിക്കുന്ന അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തുറന്ന് പറയുന്നു, വിശ്വാസം എന്നത് നമ്മുടെ ബുദ്ധിയിലാണ്, എന്നാൽ അത് സ്നേഹത്തെ ഉണർത്തുന്ന ഒന്നാണ്. വിശ്വാസം, ഈശോ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു. അത് ബുദ്ധി കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അവിടുത്തെ തിരുഹൃദയം എനിക്ക് വേണ്ടി കുന്തത്താൽ കുത്തി മുറിയപ്പെട്ടു, ആ തിരുഹൃദയത്തിൽ നിന്നും രക്തവും ജലവും ഒഴുകി. ഇത് നമ്മൾ വിശ്വസിക്കുന്നത് ബുദ്ധിയിലാണ്. എന്നാൽ അത് ഈശോയോടുള്ള സ്നേഹത്തെ ഉണർത്തുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, ക്രിസ്തു നമുക്ക് വേണ്ടി മരണം വരിച്ചു എന്നതൊരു വെറും അറിവല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വാത്സല്യവും സ്നേഹവുമാണ്. ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടു എന്നത് വെറും അറിവല്ല. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഹൃദയത്തിലുണ്ടാകുന്നൊരു വാത്സല്യവും സ്നേഹവുമാണ്. ഇന്ന് നമ്മൾ ഈ ദിലക്സിസ് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഈ ചാക്രിക ലേഖനം പഠനവിധേയമാക്കുന്നതും മറ്റുള്ളവർക്ക് ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കുന്നതും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും എന്തുകൊണ്ടാണ്? ഈശോ നമുക്ക് വേണ്ടി മുറിഞ്ഞത് കൊണ്ടും അങ്ങനെ ആ തിരുഹൃദയത്തെ നമുക്ക് സ്ഥാനം നൽകി നമ്മെ രക്ഷിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടും, വിശ്വസിക്കുന്നത് മാത്രമല്ല, ആ ചിന്ത, ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നത് കൊണ്ടുമാണ്. ഇപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ഹെൻറി ന്യൂമാൻ എന്ന വിശുദ്ധൻ കോർ ആദുക്കോർ ലോക്കിത്തൂർ എന്ന വാക്യം തൻ്റെ ആദർശക സൂക്തമായിട്ട് സ്വീകരിച്ചു. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, കോർ ആദുക്കോർ ലോക്കിത്തൂർ എന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധൻ പറയുന്നു, നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അപ്പുറം കർത്താവ് തൻ്റെ ഹൃദയത്തോട്, തൻ്റെ വിശുദ്ധ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചാണ് നമ്മളെ രക്ഷിക്കുന്നത്. വിശുദ്ധൻ പറയുന്നത് വളരെ 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 ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈശോ നമ്മെ രക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. വിശുദ്ധൻ പറയുന്നു, കർത്താവ് തൻ്റെ വിശുദ്ധ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൃദയം കൊണ്ട് ആരാധിക്കണം. അധരം കൊണ്ടുള്ള ഒരു ആരാധനയിലല്ല, ഹൃദയം കൊണ്ട് ആരാധിക്കണം. അല്ലെങ്കിൽ തമ്പുരാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അറിയാം, അധരങ്ങളെ കൊണ്ട് എന്നെ ആരാധിക്കുകയും ഹൃദയം കൊണ്ട് അകന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഹെൻറി ന്യൂമാൻ പറയുന്നത്,
വളരെ വ്യക്തമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ തൻ്റെ വിശുദ്ധ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചാണ് രക്ഷിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ഹൃദയം ഒരുക്കി തയ്യാറാവുക എന്ന് തന്നെയാണ് പറഞ്ഞത്. ഹെൻറി ന്യൂമാന് ഈ അറിവ് ലഭിച്ചത് വായന പുസ്തകത്തിലൂടെയൊന്നുമല്ല, മറിച്ച് ജീവിക്കുന്ന ക്രിസ്തുവുമായി ഹൃദയത്തോട് നടത്തിയ ഒരു സംഭാഷണത്തിലൂടെയാണ്. ദിവ്യകാരുണ്യത്തിൽ ആണ് ന്യൂമാൻ ഈശോയെ ജീവിക്കുന്ന ഹൃദയത്തെ നേരിട്ട് കാണുന്നത്. പരിശുദ്ധ കുർബാനയിലാണ്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ വെച്ചാണ് ന്യൂമാൻ ഈശോയുടെ ജീവിക്കുന്ന ഹൃദയത്തെ നേരിട്ട് കാണുന്നത്. ആ തിരുഹൃദയം നമുക്ക് യഥാർത്ഥ സമാധാനം നൽകുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അർത്ഥം നൽകി നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. നമ്മളും അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരാണ്. ആ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ നേരിട്ട് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിച്ച ന്യൂമാൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ശ്രവിക്കാം. ഏറ്റവും പരിശുദ്ധവും ഏറ്റവും സ്നേഹമയമായ ഈശോയുടെ തിരുഹൃദയമേ, നീ വിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്നു, എന്നിട്ടും ഇപ്പോഴും ഞങ്ങൾക്കായി മിടിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഈശോയുടെ തിരുഹൃദയമേ, നീ വിശുദ്ധ കുർബാനയിൽ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്ന വിശുദ്ധ കുർബാനയെ നീ മറഞ്ഞിരിക്കുന്നു, എങ്കിലും ഞങ്ങൾക്കായി നിൻ്റെ ഹൃദയം മിടിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ഏറ്റവും ഉത്തമമായ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കണം, സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ തമ്പുരാൻ്റെ അതേ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ന്യൂമാൻ പറയുകയാണ്, ഉത്തമമായ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ആർദ്രമായ വാത്സല്യത്തോടെ ഏറ്റവും അനുസരണമുള്ളതും നിശ്ചയദാർഢ്യമുള്ളതുമായ മനസ്സോടെ എൻ്റെ ദൈവമേ, അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങയെ ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും അങ്ങ് എന്നെ അനുവദിക്കുമ്പോൾ, കുറച്ചു നേരത്തേക്ക് അങ്ങ് എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോടൊപ്പം മിടിക്കാൻ അനുവദിക്കണമേ. ആർദ്രമായ വാത്സല്യത്തോടെ ഏറ്റവും അനുസരണമുള്ള നിശ്ചയദാർഢ്യമുള്ള മനസ്സോടെ വിശുദ്ധ ഈശോയെ സ്വീകരിക്കാൻ പോകേണ്ട ഒരു മനോഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ വലിയൊരു ആഴംപ്പെടുന്നൊരു കാര്യമാണ് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത്. ആർദ്രമായ വാത്സല്യത്തോടെ ഏറ്റവും അനുസരണമുള്ളതും നിശ്ചയദാർഢ്യമുള്ളതുമായ മനസ്സോടെ, അതായത് പൂർണ്ണ മനസ്സോടെ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുന്നത്, ഈശോയതിൻ്റെ ആ സാന്നിധ്യം നീ എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോടൊപ്പം മിടിക്കാൻ അനുവദിക്കണമേ എന്ന്. ഈശോയുടെ ഹൃദയത്തോട് അനുരൂപമാകുന്ന, അല്ലെങ്കിൽ ഈശോയുടെ ഹൃദയത്തോട് എൻ്റെ ഹൃദയം കൂടി ഒന്നായിത്തീരുന്ന ഒരു സമയം. നമ്മൾ 24-ാമത്തെ കന്യകയിൽ കണ്ടായിരുന്നു, ഈശോയുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും കൂടി ഒന്നായിത്തീരുന്ന ഭാഗം. ഇവിടെ സജീവമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വസിക്കാൻ വരുന്ന ഈശോയെ ആ ഒരു നിമിഷം നിൻ്റെ ഹൃദയമിടിപ്പും എൻ്റെ ഹൃദയമിടിപ്പും കൂടി ഒന്നാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രാർത്ഥന നമുക്ക് എവിടെയാണ് കിട്ടാനായിട്ടുള്ളത്? നമുക്കും ഇന്നു മുതൽ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈശോയെ സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോടൊപ്പം ഇടിക്കാനായിട്ട് അനുവദിക്കണമേ എന്ന്. ഭൗമികമായ എല്ലാറ്റിൽ നിന്നും, അഹങ്കാരവും ഇന്ദ്രിയപരമായ എല്ലാറ്റിൽ നിന്നും, കാഠിന്യവും ക്രൂരതയുമുള്ള എല്ലാറ്റിൽ നിന്നും, എല്ലാ ദുഷ്ടതയിൽ നിന്നും, എല്ലാ അക്രമത്തിൽ നിന്നും, എല്ലാ നിർജീവത്തിൽ നിന്നും അതിനെ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തെ, ഇവിടെ പറയുന്നത് വിശുദ്ധൻ്റെ ന്യൂമാൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഹങ്കാരം, ഇന്ദ്രിയപരമായ എല്ലാറ്റിൽ നിന്നും,
കാഠിന്യവും ക്രൂരതയുമായ എല്ലാറ്റിൽ നിന്നും, ദുഷ്ടതയിൽ നിന്നും, എല്ലാ അക്രമത്തിൽ നിന്നും, നിർജീവത്വത്തിൽ നിന്നും എല്ലാം എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്. എന്നിട്ട് പറയുകയാണ്, ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ, അങ്ങയാൽ അതിനെ നിറയ്ക്കണമേ. ഈശോയുടെ ഹൃദയത്താൽ ഈശോയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. അങ്ങനെ ദിവസത്തിലെ സംഭവങ്ങൾക്കോ കാലത്തിനോ സാഹചര്യങ്ങൾക്കോ അതിനെ കലക്കാനും കഴിയാതിരിക്കട്ടെ. മറിച്ച് അങ്ങയുടെ സ്നേഹത്തിലും അങ്ങയുടെ ഭയത്തിലും അതിന് സമാധാനമുണ്ടാകട്ടെ എന്നാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞിട്ട് അതിനെ നിറയ്ക്കണമേ എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും പറയുകയാണ്, ഈ ഒരു ദിവസത്തിലെ എന്ത് കാര്യങ്ങൾക്കോ സംഭവങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ഒന്നും ഈശോയുടെ ആ വലിയ സാന്നിധ്യത്തെ തകർത്ത് കളയാതിരിക്കാനായിട്ട് സാധിക്കട്ടെ. വലിയൊരു പ്രാർത്ഥനയാണ്. അതായത് ഈശോയുടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി, ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതിന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ന്യൂമാൻ നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥന കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, കോർ ലൊക്കിത്തൂർ എന്ന് ഹൃദയത്തോട് സംസാരിക്കുന്നുവെന്ന് വിശുദ്ധൻ പറയുമ്പോൾ അവിടെ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ജ്വലിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയവും ന്യൂമാൻ്റെ ഹൃദയവും തമ്മിൽ ജ്വലിക്കുകയാണ്. അങ്ങനെ അഗ്നിക്കു വേണ്ടി, ആ ജ്വലിപ്പിക്കുന്ന അഗ്നിക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നടത്തണമെന്നാണ് പരിശുദ്ധ പിതാവും ഈ ചാക്രിക ലേഖനത്തിൻ്റെ 26-ാം ഖണ്ഡികയിലൂടെ നമ്മോട് പറയുക. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ജ്വലിപ്പിക്കാം. അത് ജ്വലിക്കുന്ന അഗ്നിയായിട്ട് നമ്മുടെ ഹൃദയവും മാറി ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കട്ടെ. 27-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിൽ പറയുക. ഈശോയുടെ ജീവിക്കുന്നതും സന്നിഹിതവുമായ തിരുഹൃദയത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ നമ്മുടെ മനസ്സ് അവിടുത്തെ വാക്കുകളുടെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം, ഈശോ നമ്മോട് തൻ്റെ തിരുഹൃദയത്തിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ തമ്പുരാനും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഈശോ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പ്രചോദിതരാകുന്നു. അതായത് തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വചനം ജീവിക്കുന്നതും സന്നിഹിതവുമായ തിരുഹൃദയത്തിൽ നിന്നും വന്നിരിക്കുന്ന വാക്കുകൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പ്രചോദിതരാകുന്നു. ഇത് വെറും ധാർമ്മികമായ ഒരു നിലപാടല്ല. കർത്താവിനെ കേൾക്കുകയും അവിടുത്തെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തേക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകുകയും ചെയ്യുക എന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യമാണ്, ഒരു ധാർമ്മികമായൊരു കാര്യമല്ല. കാരണം ഹൃദയം സ്നേഹം സ്വീകരിക്കുന്നതും സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതുമാണ് ഹൃദയം. അതുകൊണ്ടിത് ഹൃദയത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ മറ്റു കഴിവുകളെയും വികാരങ്ങളെയും നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും കർത്താവിൻ്റെ മുൻപിൽ ആദരവോടെയും സ്നേഹത്തോടുകൂടി അനുസരണത്തോടുകൂടിയും നിർത്താൻ ഹൃദയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടി നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ടതുണ്ട്. സ്നേഹത്തോടുകൂടിയ അനുസരണം. കർത്താവിന് മുമ്പിൽ ഒരു വ്യക്തിക്ക് പരിപൂർണമായി സമർപ്പിക്കാൻ സാധിക്കുന്ന ആദരവ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ്റെ വചനങ്ങൾ അത് അനുസരിക്കുന്നത് അത് ധാർമ്മികമായൊരു അനുസരണമല്ല, മറിച്ച് സ്നേഹത്തോടുകൂടി അനുസരണമാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ നിയമമുള്ളതുകൊണ്ട് അനുസരിക്കുന്നു, അല്ലെങ്കിൽ വചനം പറയുന്നത് കൊണ്ട് അനുസരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായ അനുസരണം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ ഈ ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത് നമ്മുടെ കർത്താവിന് മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന ആദരവ്, അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ അനുസരണം, കർത്താവിനെ അനുസരിക്കുന്നത് അത് സ്നേഹത്തോടുകൂടി അനുസരണമായിരിക്കണം. അത് ചെയ്യാൻ സാധിക്കുന്നത് ഹൃദയത്തിന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 28 മുതൽ 31 വരെയുള്ള ഖണ്ഡികകൾ ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച്
ലോകത്തെ മാറ്റാൻ കഴിയും. 28-ാമത്തെ ഖണ്ഡികയാണ് സമൂഹ മാറ്റത്തിന് ഹൃദയം, അല്ലെങ്കിൽ സമൂഹ മാറ്റത്തിന് ഹൃദയം ആവശ്യമാണ് എന്നുള്ളതാണ്. നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണല്ലോ, എനിക്ക് ഈ ലോകത്തെ മാറ്റാൻ പറ്റുമോ, എനിക്ക് ഈ സമൂഹത്തെ മാറ്റാൻ പറ്റുമോ? പരിശുദ്ധ പിതാവ് ചാക്രി ലേഖനത്തിലൂടെ പറയുന്നത്, ജ്വലിക്കുന്ന ഹൃദയമുള്ള, സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. 27 വരെയുള്ള ഖണ്ഡികകളിൽ കണ്ടത് ജ്വലിക്കുന്ന, അഗ്നിയാൽ ജ്വലിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ്. ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ ജ്വലിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ്. അങ്ങനെ ജ്വലിക്കുന്ന ഹൃദയമുള്ള വ്യക്തികളെ, അവരെക്കാണ് ഈ ലോകത്തെ മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച് ലോകത്തിന് മാറാൻ കഴിയും എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹങ്ങൾക്ക് വ്യത്യസ്തമായ മനസ്സുകളെയും ആഗ്രഹങ്ങളെയും ഒരുമിപ്പിക്കാനും ഐക്യപ്പെടുത്താനും കഴിയുന്നത് ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുമ്പോൾ മാത്രമാണ് എന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ട് പല ഗ്രൂപ്പുകൾ നമ്മൾ കൂടുന്നുണ്ടല്ലോ, പല മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഒത്തിരി ഗ്രൂപ്പുകൾ ആലോചിച്ച് പറക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ലോകത്തെ മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. പരിശുദ്ധ പിതാവ് പറയുന്നത്, ഹൃദയത്തിൽ നിന്നും ആരംഭിച്ചൊരു കാര്യത്തിന് മാത്രമേ ലോകത്തെ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിന് നമ്മളെ സഹോദരീ സഹോദരങ്ങളായി ഒരുമിപ്പിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുക. അനുരഞ്ജനവും സമാധാനവും ഹൃദയത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഒരുമിച്ച് നിൽക്കണമെങ്കിൽ 2 കാര്യവും പ്രധാനപ്പെട്ടതാണ്. സമാധാനമുണ്ടാകണം. സമാധാനം ഉണ്ടെങ്കിൽ അനുരഞ്ജപ്പെടാനായിട്ട് സാധിക്കണം. കാരണം മനുഷ്യരെല്ലാവരും ബലഹീനരാണ്. അവൻ്റെ സംസാരത്തിൽ, പ്രവൃത്തിയിലൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടാകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അവരോട് അനുരഞ്ജനപ്പെടാനായിട്ട്, രമ്യതപ്പെടാനായി സാധിക്കണം. അപ്പോഴാണ് സമാധാനം ഉണ്ടാവുക. ഇത് രണ്ടും ഹൃദയത്തിലാണ് ജനിക്കുന്നത്. നമ്മൾ പരിശുദ്ധ കുർബാന, സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പുരോഹിതൻ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെ എന്ന് പറയുമ്പോൾ, സമൂഹം ആരംഭിക്കുന്നത് അനുരഞ്ജിതരായി തീർന്നിടാം എന്നാണ് പറയുക. ആ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞ ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച് നടത്തിയ മാലാഖമാരുടെ വലിയൊരു പ്രഖ്യാപനത്തെ പറയുന്നത്. അതായത് അനുരഞ്ജനവും സമാധാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാവുക. അതിൻ്റെ അനുസ്മരണമായ പരിശുദ്ധ കുർബാനയും ഇവിടെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അനുരഞ്ജനവും സമാധാനവും വന്നതുകൊണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഹൃദയത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ബുദ്ധിയിൽ നിന്നും അനുരഞ്ജനം ഉണ്ടാവില്ല. ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന അനുരഞ്ജനം എന്ന് പറയുന്നത് വെറും ഒരു ഉടമ്പടി മാത്രമല്ല, കരാർ മാത്രമേ ഉള്ളൂ, എഗ്രിമെൻറ്റ് മാത്രമേ ആകുന്നുള്ളൂ. നീ എന്നെ ആക്രമിക്കരുത്, ഞാൻ നിന്നെയും ആക്രമിക്കില്ല. അതൊരു എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ. അനുരഞ്ജനം എന്ന് പറയുന്നത് പരിപൂർണമായും ക്ഷമിച്ചുകൊണ്ടാണ്, വിട്ടുകൊടുത്തുകൊണ്ടാണ്, അവൻ്റെ കുറവുകളും കഴിവുകളും മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് അവനോട് രമ്യപ്പെടുന്നതാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. അങ്ങനെ അനുരഞ്ജനം ഉണ്ടാകുന്നത് അത് ഹൃദയത്തിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഹൃദയം പരമാനന്ദമാണ്. അത് തുറന്നതാണ്, ദാനമാണ്, അതൊരു കണ്ടുമുട്ടലാണ്. ഇത് നാം തിരിച്ചറിയണം. സന്തോഷം വേണ്ടവർ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നോക്കി നടക്കുക. ആനന്ദം, പരമാനന്ദം ആവശ്യമുള്ളവർ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. അതെപ്പോഴും തുറന്നതാണ്. കാൽവരി നമുക്ക് കൈക്കുത്തി തുറന്നപ്പെട്ടതാണ്. അത് നമ്മുടെ യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, അത് ദാനമായി ലഭിച്ചതാണ്. ഇതൊരു കണ്ടുമുട്ടലാണ്. തമ്പുരാൻ നമ്മെ തേടി വരുന്നതാണ്. 99നെയും വിട്ടിട്ട് കാണാതെ പോയ ആടിനെ തേടി കണ്ടുമുട്ടാൻ തമ്പുരാനാണ് നമ്മളെ തേടി ഇറങ്ങി വന്നത്. രക്ഷിക്കാനായി വന്നതും തമ്പുരാൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് തമ്പുരാൻ്റെ ഹൃദയത്തിലായിരിക്കുക, ദിവ്യകാരുണ്യത്തോടു കൂടി ആയിരിക്കുക എന്ന് പറയുന്നത് പരമാനന്ദമാണ്. അത് നമുക്കായി തുറന്നിരിക്കുന്നു. അത് ദാനമായി ലഭിച്ചതാണ്. നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നും ലഭിച്ചതല്ല, കണ്ടുമുട്ടലാണ്. അത് തമ്പുരാൻ നേരിട്ട് നമ്മോട് അടുത്ത് വരുന്നതാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ, അതായത്
ആ ഹൃദയത്തിൽ ആരോഗ്യമായതും സന്തോഷകരമായ വഴികളിൽ പരസ്പരം ബന്ധപ്പെടാനും ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും നീതിയുടെയും രാജ്യം കെട്ടിപ്പടുക്കാനും നമ്മൾ പഠിക്കുന്നു. അതായത് ഈശോയുടെ ഹൃദയത്തിലായിരിക്കുന്നത് തുറന്ന ദാനമായി ലഭിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ആ കണ്ടുമുട്ടിരിക്കുന്ന അങ്ങനെയുള്ള തിരുഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യ ഹൃദയത്തിൽ ആരോഗ്യമായതും സന്തോഷകരമായ വഴികളിൽ പരസ്പരം മറ്റുള്ളവരുമായി ബന്ധപ്പെടുവാനും ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും നീതിയുടെയും രാജ്യമൊക്കെ കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈ സാമൂഹിക അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഒരു സമൂഹത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈശോ തന്നെയാണ്. ഈശോ തൻ്റെ ഏറ്റവും വലിയ രക്ഷാകര ദൗത്യം നടത്താൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് ആയിരിക്കുന്ന സമയത്ത് തൻ്റെ എല്ലാ സമയവും പിതാവുമായുള്ള പ്രാർത്ഥനയിൽ ഒരു ഐക്യത്തിൽ ആയിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അതുപോലെ പുത്രൻ പിതാവിനോട് ഹൃദയവുമായി എത്രമാത്രം ഐക്യപ്പെട്ടിരുന്നുവോ അതുപോലെ നാം ഓരോരുത്തരും ഈശോയുടെ ഹൃദയവുമായിട്ട് എത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിനെ മാറ്റാനായിട്ട് നമ്മുടെ ഹൃദയത്തിന് സാധിക്കും. 29-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹൃദയത്തിൻ്റെ പ്രാധാന്യം സാമൂഹിക മാറ്റങ്ങളിൽ എന്താണെന്ന് പറയുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു ഖണ്ഡികയുടെ ആരംഭം കുറിക്കുക. നമുക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ മാറ്റം ആവശ്യമാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നു. അതായത് മനുഷ്യവർഗത്തിൻ്റെ നന്മ കൊണ്ടുവരുന്നതിനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്നാണ് രണ്ടാമത്തെ കൗൺസിൽ പറയുക. അതായത് ഹൃദയത്തിൻ്റെ മാറ്റമാണ് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അതാണ്. അങ്ങനെ ഹൃദയത്തെ ഗൗരവമായി എടുക്കുന്നത് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമായി തീരും. ഇന്ന് ലോകത്തെ ബാധിക്കുന്ന അസന്തുലിതാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ ഹൃദയങ്ങളിൽ വേരൂന്നിയ ആഴത്തിലുള്ള അസന്തുലിതാവസ്ഥ തന്നെയാണ്. മനുഷ്യൻ്റെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ അത് ലോകത്തെയും അസ്വസ്ഥമാകുന്നു. ലോക നേതാക്കളുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ അത് ലോകം മുഴുവനെയും ആ അസ്വസ്ഥത ബാധിക്കുന്നതിന് കാരണമായി തീരും. ഇന്ന് നമ്മുടെ ലോകത്തെ ബാധിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയങ്ങളിലേക്ക് മടങ്ങാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ അവരുടെ ആന്തരിക ജീവിതത്തിലൂടെ ഭൗതിക പ്രപഞ്ചത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കണം. അതായത് നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് ഈ ലോകത്തെ മാറ്റിയെടുക്കുവാനായി സാധിക്കണമെന്ന് പറയുന്നു. കൗൺസിൽ പറയുന്ന കൃത്യമായ കാര്യം ഇതാണ്. അവരുടെ ആന്തരിക ജീവിതത്തിലൂടെ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തെയും അതിജീവിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വന്തം ഹൃദയത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുമ്പോൾ ഈ ആന്തരികത അവൻ അനുഭവിക്കുന്നു. ഹൃദയം പരിശോധിക്കുന്ന ദൈവം അവിടെ അവരെ കാത്തിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ തങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നു. ഹൃദയത്തിൽ മാറ്റമുണ്ട് എങ്കിൽ ലോകത്തെ മാറ്റാനായി സാധിക്കും എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ച കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ കാര്യം നമ്മൾ പറയുന്നത്. സമൂഹമാറ്റമുണ്ടാകാനായിട്ട് ഹൃദയത്തിന് നല്ല പ്രാധാന്യമുണ്ട് എന്ന് തന്നെ. 30-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് നമ്മുടെ സ്വന്തം കഴിവുകളിൽ അമിതമായി ആശ്രയിക്കുന്നതിനെ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ സ്വയം പര്യാപ്തമല്ല എന്നും അവയ്ക്ക് ബലഹീനവും മുറിവേറ്റതുമായ ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ ഹൃദയങ്ങൾക്ക് ബലഹീനതകളുണ്ട്, മുറിവേറ്റതായ പല സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഹൃദയം സ്വയം പര്യാപ്തമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അവയ്ക്കൊരു വലിയ മഹത്വമുണ്ട്, നമ്മുടെ ഹൃദയത്തിന് വലിയൊരു മഹത്വമുണ്ട്. അതേസമയം
അപ്പോൾ കൂടുതൽ നല്ല ജീവിതം നയിക്കുവാനായിട്ട് ഒരു ശ്രമം തുടരേണ്ട ഭാഗവുമാണ് ഹൃദയമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കൗൺസിൽ ഇങ്ങനെ പറയുന്നു: സുവിശേഷത്തിൻ്റെ പുളിമാവ് മനുഷ്യൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ള അടക്കാനാവാത്ത ഒരു ദാഹം മനുഷ്യ ഹൃദയങ്ങളിൽ ഉണർത്തുകയും അത് തുടരുകയും ചെയ്യും. മനുഷ്യഹൃദയത്തിനൊരു മഹത്വമുണ്ട്. ആ മഹത്വം സുവിശേഷത്തിൻ്റെ പുളിമാവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ഉണർത്തിയെടുക്കണം എന്നുള്ളതാണ്. എന്നാൽ ഈ മഹത്വത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് സുവിശേഷം അറിഞ്ഞതുകൊണ്ടോ അത് ആവശ്യപ്പെടുന്നത് വെറുതെ ചെയ്തതുകൊണ്ടോ മാത്രം പോരാ. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൻ്റെ മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഈ മഹത്വത്തിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സുവിശേഷം അറിഞ്ഞതുകൊണ്ട് പോരാ. അത് ആവശ്യപ്പെടുന്നത് വെറുതെ ചെയ്തതുകൊണ്ടോ പോരാ. അതായത് സുവിശേഷം ആവശ്യപ്പെടുന്നത് കൊണ്ട് വെറുതെ ചെയ്താലും പോരാ. അതിനപ്പുറം നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ സഹായം ആവശ്യമാണ് എന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിന് ആവശ്യമാണെന്ന് തിരിച്ചറിയണം. ദൈവീകവും മാനുഷികവുമായ സ്നേഹത്തിൻ്റെ ജ്വലിക്കുന്ന ചൂളയും മനുഷ്യരാശിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പൂർത്തീകരണവുമായ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് തിരിയാനായി സാധിക്കണം എന്ന് തന്നെയാണ് രണ്ടാമത്തെ കൗൺസിൽ പറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് ഈ മനുഷ്യൻ്റെ തന്നെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായി സാധിക്കുക. ആ ഹൃദയത്തിൽ നമ്മൾ ഒടുവിൽ നമ്മളെ തന്നെ അറിയുകയും എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും എങ്ങനെ സ്നേഹിക്കണമെന്നും നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിയണം. നമ്മുടെ സ്വന്തം കഴിവുകളിൽ അമിതമായി ആശ്രയിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് തിരിയണം. കാരണം നമ്മുടെ ഹൃദയം ബലഹീനമാണ്, പല വിധത്തിലാൽ മുറിവേറ്റതുമാണ്. അതിനെ സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ എങ്ങനെ സ്നേഹിക്കണമെന്നും നമ്മൾ പഠിക്കുകയും ചെയ്യും. അതാണ് 30-ാമത്തെ ഈ ചാക്രി ലേഖനത്തിൻ്റെ 30-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. 31-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ചാക്രി ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു സമാപനം എന്ന രീതിയിലാണ്, എല്ലാത്തിനെയും കൂടി ക്രോഡീകരിക്കുന്ന ഒരു സമാപനം എന്ന രീതിയിലാണ് പരിശുദ്ധ പിതാവ് ഈ ഖണ്ഡികയെ ക്രമീകരിച്ചിരിക്കുന്നത്. തിരുഹൃദയമാണ് എല്ലാറ്റിനെയും ഏകീകരിക്കുന്ന ഒരു കാര്യമെന്ന്, അല്ലെങ്കിൽ ഏകീകരിക്കുന്ന ശക്തിയെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. ക്രിസ്തു ലോകത്തിൻ്റെ ഹൃദയമാണ് എന്നും അവിടുത്തെ കുരിശുമരണവും പുനരുത്ഥാനവും അടങ്ങുന്ന പെസഹ രഹസ്യങ്ങളാണ് ആ ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദുവെന്നും അതുകൊണ്ട് അത് ഒരു രക്ഷയുടെ ചരിത്രമായി എന്നും പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. അത് ഈശോയുടെ പ്രവൃത്തി പെസഹ രഹസ്യങ്ങളാണ്. ആ പെസഹ രഹസ്യങ്ങളെന്ന് പറയുന്നത് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ഈശോയുടെ സ്നേഹത്താൽ നിർബന്ധിതമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ അത് ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറി അങ്ങനെ രക്ഷയുടെ ഒരു ചരിത്രമായിട്ട് ഈശോയുടെ പ്രവൃത്തികൾ മാറുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. പരിശുദ്ധ അതുപോലെ ഒരു പ്രാർത്ഥനയോടെ നടക്കുകയാണ്. ഈ ലോകം അതിൻ്റെ ഹൃദയം വീണ്ടെടുക്കട്ടെ, അതായത് ക്രിസ്തുവിനെ വീണ്ടെടുക്കട്ടെ എന്ന് പരിശുദ്ധ പിതാവ് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പറയുന്ന കാര്യം ഇതാണ്: ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി വസിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ലോകത്തിലായിരുന്നു. നമ്മളിൽ ഒരാളായി വസിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുത്തതുപോലെ ദുരിതമനുഭവിക്കുന്ന ഈ ലോകത്തിന്മേൽ കരുണ കാണിക്കണമേ എന്ന് പരിശുദ്ധ പിതാവ് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും നിധികൾ വീണ്ടും ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
യുദ്ധങ്ങളും സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളും ഉണ്ടായിട്ടും മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങളുണ്ടായിട്ടും മുന്നോട്ട് നീങ്ങുന്ന ഈ ലോകം എല്ലാറ്റിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാറ്റിനേക്കാളും ആവശ്യമുള്ളതുമായ അതിൻ്റെ ഹൃദയം, അതായത് ക്രിസ്തുവിനെ തന്നെ വീണ്ടെടുക്കുമാറാകട്ടെ എന്ന് പരിശുദ്ധ പിതാവ് ആശംസിക്കുകയാണ്. അങ്ങനെ ആശംസിച്ചുകൊണ്ടാണ് ഈ 1-ാം അധ്യായം പരിശുദ്ധ പിതാവ് അവസാനിപ്പിക്കുന്നത്.
thank you